അപ്പോൾ ശക്തിയുടെ കുറേ ചോദ്യങ്ങൾ അയച്ചിരുന്നു. ആൻഡ് ഈ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നു. അപ്പോൾ അത് ഒരു 6000 വരെ തിന്നാവുള്ളൂ. അതിന് ശേഷം പിന്നെ കുഴപ്പമില്ല. ആദ്യത്തെ ആ ടേക്ക് ഓഫിൽ മാത്രമേ ഉള്ളൂ 6000. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായിട്ടില്ല. അപ്പോൾ ആ 6000 ഫീറ്റ് കയറുന്ന വരെയുള്ള അതിന് ഈ ഒരു ഇൻഹേലേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കണം. സോ ഷോർട്ട് ആക്ടിങ് ഇൻഹേലേഴ്സ്, ഫാസ്റ്റ് ആക്ടിങ് ഇൻഹേലേഴ്സ് വേണം. അത് പിന്നെ ഈ ഷോർട്ട് ആക്ടിങ് ടാബ്ലറ്റ്സ് ഉണ്ട്. സാൽബിട്ടമോളിൻ്റെ ഡോക്ടർ സൂറയ്ക്ക് അധ്യാപകൻ അതിന് എഴുതാത്തതുകൊണ്ട് പേര് പലതും പറഞ്ഞു. ദാറ്റ് ഇഷ്യൂ. പിന്നെ ആസ്മ ഉള്ള എല്ലാ രോഗികളും പിന്നെ 100% നിങ്ങൾ പിന്നെ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ. അതിനകത്ത് പിന്നെ യാതൊരു കഴിച്ചത് ഇപ്പോൾ ഈ പുതിയ വൈറസ് എല്ലാം വന്നുകൊണ്ട് ഈ പുതിയ വൈറസിനും ഈ പിന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് വളരെ പിന്നെ അതിൻ്റെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ. സോ അതുകൊണ്ട് അതെടുത്തിട്ടേ പോകണം. പിന്നെ സാധാരണ ഒരു ചോദ്യമുള്ള മെൻജോകോക്കൽ വാക്സിൻ എടുക്കണോ വേണ്ടത് എടുത്തിട്ടുണ്ട്. മെൻജോകോക്കൽ വാക്സിൻ ഞാനാണെങ്കിൽ എടുക്കും. ബിക്കോസ് ഏജ് നമ്മൾ ഏജ് കൂടുമ്പോൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് കുറച്ചൊരു കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മാസ്ക് എല്ലാം ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. കുറച്ച് മാസ്ക് കയ്യിലെടുക്കുന്ന നല്ല കാര്യമാണ്. കാര്യം വെച്ചാൽ മാസ്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നു. അപ്പോൾ അത് ഒരു 6000 വരെ തിന്നാവുള്ളൂ. അതിന് ശേഷം പിന്നെ കുഴപ്പമില്ല. ആദ്യത്തെ ആ ടേക്ക് ഓഫിൽ മാത്രമേ ഉള്ളൂ 6000. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായിട്ടില്ല. അപ്പോൾ ആ 6000 ഫീറ്റ് കയറുന്ന വരെയുള്ള അതിന് ഈ ഒരു ഇൻഹേലേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കണം. സോ ഷോർട്ട് ആക്ടിങ് ഇൻഹേലേഴ്സ്, ഫാസ്റ്റ് ആക്ടിങ് ഇൻഹേലേഴ്സ് വേണം. അത് പിന്നെ ഈ ഷോർട്ട് ആക്ടിങ് ടാബ്ലറ്റ്സ് ഉണ്ട്. സാൽബിട്ടമോളിൻ്റെ ഡോക്ടർ സൂറയ്ക്ക് അധ്യാപകൻ അതിന് എഴുതാത്തതുകൊണ്ട് പേര് പലതും പറഞ്ഞു. ദാറ്റ് ഇഷ്യൂ. പിന്നെ ആസ്മ ഉള്ള എല്ലാ രോഗികളും പിന്നെ 100% നിങ്ങൾ പിന്നെ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ. അതിനകത്ത് പിന്നെ യാതൊരു കഴിച്ചത് ഇപ്പോൾ ഈ പുതിയ വൈറസ് എല്ലാം വന്നുകൊണ്ട് ഈ പുതിയ വൈറസിനും ഈ പിന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് വളരെ പിന്നെ അതിൻ്റെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ. സോ അതുകൊണ്ട് അതെടുത്തിട്ടേ പോകണം. പിന്നെ സാധാരണ ഒരു ചോദ്യമുള്ള മെൻജോകോക്കൽ വാക്സിൻ എടുക്കണോ വേണ്ടത് എടുത്തിട്ടുണ്ട്. മെൻജോകോക്കൽ വാക്സിൻ ഞാനാണെങ്കിൽ എടുക്കും. ബിക്കോസ് ഏജ് നമ്മൾ ഏജ് കൂടുമ്പോൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് കുറച്ചൊരു കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മാസ്ക് എല്ലാം ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. കുറച്ച് മാസ്ക് കയ്യിലെടുക്കുന്ന നല്ല കാര്യമാണ്. കാര്യം വെച്ചാൽ മാസ്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കോമൺ സെൻസാണ്. ഏത് ഡോക്ടറായാലും കുഴപ്പമില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് നോക്കി കൊടുക്കണം. മനസ്സിലായി? പിന്നെ വയറ്റിന് അസുഖമാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അതെ, ഓക്കെ. അതിന് ലാക്ടുലോസ് പോലത്തെ കാര്യമാണ്. സാധനമുണ്ടല്ലോ, യോഗട്ട് തന്നെ പറഞ്ഞു. അത് ഏതെങ്കിലും ഒരെണ്ണം കൈ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരം ചെയ്യും ഏറ്റവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻ എന്തിനാന്നുള്ള ഇൻഡിക്കേഷൻസ് കൂടെ എഴുതി കൊടുത്താൽ അതിൽ സെറ്റപ്പ് മെഡിസിൻസ് എന്ന് വെച്ചാൽ ഒരാൾ വെക്കണം. അതിന് ഡോക്ടറുടെ ചോദിച്ചിട്ട് ഡിസ്പേസ് ചെയ്യണം. അതല്ലാതെ എല്ലാവരും മരുന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു ലീഡർഷിപ്പ് ആവും. നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ താമസിക്കാൻ പോകുന്നതല്ല അല്ലേ? മുതുക് വേദന പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാധാരണ ബാക്ക് പെയിനിന് മരുന്ന് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ഒരു തരം ബെൽറ്റ് കിട്ടും. നിങ്ങൾ ഒരുപാട് നടക്കേണ്ടിയെല്ലാം വരുമ്പോൾ ഒരു തരം ബെൽറ്റ് കിട്ടും. ആ ബെൽറ്റ് പിന്നെ ഡോക്ടർ ഷെരീഫാക്ക് പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ അത് ഇടുകയാണെങ്കിൽ കുറച്ചൊരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ സപ്പോർട്ട് കിട്ടുമ്പോൾ നടക്കുമ്പോഴെല്ലാം വലിയ പ്രശ്നം വരില്ല. ആൻഡ് പിന്നെ അഫ്കോഴ്സ് അതിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വീൽ ചെയറും അത് തന്നെ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടല്ലോ. സോ അപ്പോൾ വീൽ ചെയർ ട്രാക്ക് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ കൺസെപ്റ്റ് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ സുഖമായിട്ട് പോകാം. നിങ്ങളിവിടെ ഓടി നടക്കുന്ന ആളല്ലേ. നിങ്ങൾ പോകുന്നുണ്ടോ? ഓക്കെ.
ദർ ഈസ് നോ പ്രോബ്ലം. കടുത്ത കാലാവസ്ഥയാണ് കേൾക്കുന്നത്. ആത്മാർത്ഥതയെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. മക്ക മദീനയല്ലേ? ഓക്കെ. ഇപ്പോഴ് ആക്ച്വലി മക്ക മദീനയിൽ എത്ര പേര് പോകുന്നുണ്ട് ഇവിടെ? അല്ല, ആണുങ്ങൾ കുറവ്, പെണ്ണുങ്ങൾ കൂടുതലാണ്. ഓക്കെ. ഇത് സ്നേഹദിനത്തിൻ്റെ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് പെൺമയാണോ അപ്പോൾ? ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വളരെ നല്ലതാണ്. ആക്ച്വലി ഡിസംബറിലെല്ലാം ലത്തീഫ് പോയപ്പോൾ വളരെ തണുപ്പായിരുന്നു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഇയാളിപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് അവിടെ നിന്ന് വന്നേ ഉള്ളൂ, ജദ്ദയിൽ നിന്ന്. ആൻഡ് സോ ജദ്ദയിൽ ഇപ്പോൾ സുബൈക്ക് മാത്രം പോകുമ്പോൾ കുറച്ചൊരു തണുപ്പുണ്ട്. അതല്ലെങ്കിൽ ബാക്കിയുള്ള സമയമൊന്നും സാധാരണ ഡ്രസ്സ് മതി. അതെ, സുബൈക്ക് പോകുമ്പോൾ ഒരു സ്വെറ്ററോ അല്ലെങ്കിൽ ഈവൻ ഈറാമാണെങ്കിൽ തന്നെയും കുറച്ച് കട്ടിയുള്ള ഈറാമറ്റോ കിട്ടാം. ആൻഡ് പക്ഷേ ഈറാമെല്ലാം കട്ടിയുള്ളതെല്ലാം ഇടാൻ പോരായിരിക്കും. ഓ എന്താ അതിൻ്റെ മുകളിൽ ഇടാൻ പോകണോ? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഉംറ തന്നെ ഒരു സുന്നയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഓഫർ. എല്ലാം ഒറ്റ പ്രാവശ്യം ഉംറയ്ക്ക് പോയിട്ടുള്ളൂ. ആൻഡ് ഒരു പ്രാവശ്യം ഹജ്ജിന് പോയി. Am I right, Ahmed? Sallallahu Alaihi Wasallam, Prophet has gone only once for Umrah. Right? 2 times, 2-3 times? But not the same. Yeah. Other time. Yeah. I mean, not two together. But He made different times, yeah, 2-3 times, and Hajj. പിന്നെ നമ്മൾ പോയിട്ട് ഞാനും ഉംറയ്ക്ക് പോകുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പെട്ടെന്ന് ബോർഡറിൻ്റെ അപ്പുറത്ത് പോയിട്ട് പിന്നെ ഉതുവെടുത്ത് പിന്നെ രണ്ടാമത് വരും. അങ്ങനെ ഒരുപാട് ഉംറ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് അറിയില്ല. കാര്യം വെച്ചാൽ ചെയ്യാമെന്ന് പറയുന്ന ആളുകളുണ്ട്, ചെയ്യാനും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്ന ആളുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് സമാധാനത്തിൽ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാനും പടച്ചവനോട് സബ്മിറ്റ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ചിലപ്പോൾ മരിച്ചു വീഴർക്ക് വേണ്ടി ചെയ്യാം, സുഖമില്ലാതെ വരുന്നവർക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ലാതെ ഈ നമ്പർ ഓഫ് ഉംറ നമ്മൾ പിന്നെ പോയിട്ട് ചെയ്യാം. പിന്നെ ചിലർക്കെല്ലാം ഈ കുറ്റബോധം ഉണ്ടാകും. അതായത് തവാഫൽ വിദ ചെയ്തില്ല, ഭയങ്കര ഇതായിരുന്നു, അവസാന സമയം കിട്ടിയില്ല എന്നെല്ലാം പറയും. അങ്ങനെ തവാഫൽ വിദ ഇപ്പോൾ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ പോയിൻ്റാണ്. പക്ഷേ തവാഫൽ വിദ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഉംറയ്ക്ക് പോകുന്നവർക്ക് ഹജ്ജിന് ഡെഫിനറ്റ്ലി തവാഫൽ വിദ ചെയ്യണം. പക്ഷേ ഉംറയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില ഇമാമെല്ലാം പറയും ആവശ്യമുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാനത് കോൺട്രവേഴ്സിയായിട്ട് പറയില്ല. പക്ഷേ ഇത് കുറ്റബോധമായിട്ട് കൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യമില്ല. ചെയ്യാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ഞാൻ ഒന്നുകൊടുക്കുന്ന കാര്യം ഷെയ്ഖ് സാഹിബ് പറയുകയാണ്. ഞങ്ങളെല്ലാം ഒതുവെടുത്തു കഴിഞ്ഞാൽ മുറിക്കാൻ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് വീട്ടിൽ ഒതുവെടുക്കും. അപ്പം നമുക്കെപ്പോഴും ഒതുവ് കാണും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാനായിട്ട് റെഡിയാണ്. ആൻഡ് അതല്ലാതെ ഓരോ പ്രാവശ്യവും പള്ളി വരുമ്പോൾ ഒതുവെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആൻഡ് പിന്നെ നമ്മളതൊരു ഇതാക്കി ഉള്ള വെള്ളം മുഴുവൻ കളഞ്ഞ് ഒരു വലിയ വിശാലമായിട്ടുള്ള ഒതുവെല്ലാം എടുത്ത് പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ വെള്ളമല്ലേ, കുറച്ചും കൊണ്ട് പോയാൽ എന്താ കുഴപ്പം
എന്നെല്ലാം ഉള്ള ഒരു ചിന്തഗതിയിൽ വരുന്ന ഒരിക്കലും കൊള്ളില്ല. ഗവൺമെൻറ്റിനായാലും ശരി, ആരുടേതായാലും ശരി, നമ്മുടെ ശത്രുവിൻ്റെ ആയാലും ശരി, നമ്മൾ ഒരു സാധ്യതയും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ആ വിധത്തിൽ വേണം, അതാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുമ്പോഴും തവാഫ് ചെയ്യണം, ആവശ്യമുള്ളത് ചെയ്യുക. പക്ഷേ കൂടുതൽ ചെയ്യേണ്ട, പക്ഷേ ചെയ്യുന്നത് വളരെ കംപ്ലീറ്റ് സബ്മിഷനോട് ചെയ്യുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല, ചിലപ്പോൾ 7 പ്രാവശ്യം എന്നുള്ളത് പോയി 6 പ്രാവശ്യമാണെന്ന് സംശയമായി, അവസാനം 8 പ്രാവശ്യമായിപ്പോയി. അതുകൊണ്ടൊന്നും ഒരു മനസ്സിലൊരു കുറ്റബോധം വെച്ചിട്ട് ഒന്നും ചെയ്യില്ല, പടച്ചവനറിയാൻ ഞങ്ങൾ തെറ്റിപ്പോയാന്നുള്ള ആ കുറ്റബോധമാണ് നമ്മളെ വളരെ മോശമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പാടില്ല. അതായത് ഇത് മെഡിക്കലല്ല, പക്ഷേ ഞാൻ പറയുക, ഒരുപാട് ആളുകൾ എപ്പോഴും പറയുന്നത് കേൾക്കാം. ഒരു പ്രാവശ്യം ഞങ്ങൾ ഞാൻ ആദ്യത്തെ ഹജ്ജിന് പോയപ്പോൾ എൻ്റെ ഇവിടെ ഒരു മലേഷ്യൻ അംബാസിഡർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അങ്ങോട്ട് ഇറക്കാനായിട്ടെല്ലാം പോയി കഴിഞ്ഞ് അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇത്രയും ആളുകളെല്ലാം ആദ്യത്തെ ഹജ്ജിനാണ്, അതായത് 1976. അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ ആ പാലത്തിൽ നിന്ന് വീണ് മരിക്കുന്നതെല്ലാം ചെയ്ത ശ്രമമാണ്. അപ്പോൾ ഞങ്ങൾ പോയി ചെയ്തിട്ട് വന്നിട്ട് ഞാൻ അംബാസഡർക്ക് പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമാണ് ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ പിറ്റേന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഈ ആളുകളെല്ലാം ഇങ്ങനെ വയറ് ഉയർത്ത് അവിടെ കിടന്നിട്ട് തിരിഞ്ഞു നാടുന്നു. എത്ര പാവങ്ങളാണ് ആഫ്രിക്കയിലും അവിടെ ഇവിടെയുള്ള മുസ്ലിംസ് തന്നെ ഫുഡില്ലാതെ മരിക്കുന്നത്. ഇതെന്തുകൊണ്ട് അയക്കാൻ പാടില്ല, അവർക്ക് അയച്ചു വെട്ടിങ് ചെയ്തയച്ചു. അപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവരെല്ലാം പറഞ്ഞ് അങ്ങനെ അയക്കാൻ പാടില്ല, അതാണ് അങ്ങനെ ഹദീസുണ്ട്, അങ്ങനെ ഹദീസ്. അവസാനം ഒരു 3-4 വർഷം കഴിഞ്ഞ് ഞാൻ അതിന് പോയപ്പോൾ കംപ്ലീറ്റ് അവിടെ ഉണ്ടാകുന്ന കംപ്ലീറ്റ് നമ്മൾ അടുത്ത ആളുകളെ മുഴുവനും കംപ്ലീറ്റ് ക്യാൻ ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അയക്കുന്നുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട്. അതായത് ഗവൺമെൻറ് ഫ്രീ ആയിട്ട്. പിന്നെ അത് മുസ്ലിംസിനെയാണോ ചെല്ലുന്നത് ബാക്കിയുള്ളവരാണോ എന്നുള്ള ഒരു പ്രശ്നമില്ല, ആൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ നമ്മുടെ കോൺഷ്യൻസ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പടച്ചവനെപ്പോഴും അത് കൊടുത്തു തരും എന്ന് വിശ്വസിക്കുന്നവരാവുന്നതാണ്. ഇപ്പോൾ അതിനോട് വിശ്വസിക്കുന്നു, പക്ഷേ കാർഡിയോനിട്ട് കഴിഞ്ഞാൽ it was very cold and ഇതൊക്കെ മുൻകരുതലുകൾ എടുക്കണം അല്ലേ? ഈ ഹൃദ്രോഗികൾക്ക് സാധാരണ ഉള്ള ഈ ഹൃദ്രോഗികൾ എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്തൊരു ടേമാണ്. കാര്യം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിനും പോകുന്നതിനും നടക്കുന്നതിനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, ബ്ലഡ് പ്രഷറുള്ള മരുന്ന് കഴിക്കണം, ആസ്പിരിൻ ഹാർട്ടിൻ്റെ ഇതിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചിരിക്കണം. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത അവരാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല, പോകാവുന്നതാണ്. പക്ഷേ മരുന്ന് പ്രധാനമായിട്ട് കഴിക്കണം. പിന്നെ അവിടെ പോയിട്ട് നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. ഈ അവിടെ കഴിക്കുന്നതിനെല്ലാം പോകുമ്പോൾ നോമ്പെടുത്താൽ കൂടുതൽ അതും ചെയ്യില്ല. കാര്യം വെച്ചാൽ അസുഖമില്ലാത്ത അസുഖമുള്ള ആളുകളാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് വളരെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരുപാട് ക്ലൈംബിങ്ങും എല്ലാം ചെയ്യേണ്ടി വരുന്ന ഹോട്ടലിലെല്ലാം താമസിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സ്റ്റേ കേസുമെല്ലാം കയറുകയാണെങ്കിൽ ഹൃദ്രോഗികൾക്ക് അത് വലിയ പ്രശ്നമായിട്ട്. പലരും ഈ ഇവിടെയുള്ള ടെമ്പിൾസിൽ നിന്നെല്ലാം ഡൽഹിയിൽ നിന്നെല്ലാം പോയിട്ട് നെഗറ്റീവിൻ്റെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ അയ്യപ്പൻ്റെ അവിടെ പോകുന്നത് പോയി. പക്ഷേ നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ മരുന്ന് വളരെ കാര്യമായിട്ട് തന്നെ കഴിക്കണം. കൂടുതലൊന്നും കഴിക്കേണ്ട കാര്യമില്ല, ഡബിൾ ഡോസ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നോർമലായിട്ട് നടക്കാനും പ്രവൃത്തി കാര്യങ്ങളുള്ള
ഒരു ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാവും. അതും അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബിക്കോസ് ഇതിപ്പോൾ തവാഫ് അത്ര വലിയ പിന്നെ ഇപ്പോൾ അത്ര വലിയ ഒരു പ്രശ്നമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, കാറുണ്ട്, അവിടെ എത്തുക, ഹോട്ടൽസ് എല്ലാം നല്ല ഹോട്ടൽസാണ്, ആൻഡ് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മരുന്ന് കഴിക്കുക മാത്രമേ ഉള്ളൂ. കാലിൽ കൂടുതൽ നീക്കും. അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് കഴിക്കാൻ കഴിച്ചാൽ അല്ലെങ്കിൽ അത് ഒന്നുകൂടെ കഴിക്കാം എന്ന് പറഞ്ഞ് കഴിക്കും. സാധാരണ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾട്ട് കുറയും, അപ്പോൾ പൊട്ടാസ്യം കുറയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുളിർക്ഷണം വരും. പിന്നെ നിങ്ങൾ തവാഫിൽ പോകണം, സൈക്ക് പോകണം. അപ്പോൾ അതിനെ കഴിയുമ്പോഴത്തേക്ക് പ്രശ്നം. അപ്പോൾ അതിന് സാധാരണ രീതിയിലുള്ള മരുന്ന് മാത്രം കഴിക്കാം. പണ്ടേ മുതൽ ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് എപ്പോഴും വാങ്ങിച്ചിട്ട് പോകും. ഒന്ന് ആൻറ്റിബയോട്ടിക് വേണം. പക്ഷേ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. ആവശ്യമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വളരെ ആവശ്യമുണ്ടെങ്കിൽ യു ആർ ഗോയിങ്. ശരിപ്പോൾ പോകുന്നുണ്ടോ ഇല്ല. സോ ഒരു ഡോക്ടർ ആരുമില്ല അതിനകത്ത്? ഡോക്ടർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കുഴപ്പമില്ല. തരണം. കോമൺ സെൻസാണ്, ഏത് ഡോക്ടർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് നോക്കി കൊടുക്കണം. മനസ്സിലായി? പിന്നെ വയറ്റിന് അസുഖമാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അതെ, ഓക്കെ. അതിന് ലാക്ടോസ് പോലത്തെ കാര്യം സാധനമുണ്ടല്ലോ, യോഗട്ട് തന്നെ പറഞ്ഞു. അത് ഏതെങ്കിലും ഒരെണ്ണം കൈ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരം ചെയ്യും ഏറ്റവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻ എന്തിനാന്നുള്ള ഇൻഡിക്കേഷൻസ് കൂടെ എഴുതി കൊടുത്താൽ അതിൽ സെറ്റപ്പ് മെഡിസിൻസ് എന്ന് വെച്ചാൽ ഒരാൾ വെക്കണം. അത് ഡോക്ടറുടെ ചോദിച്ചിട്ട് ഡിസ്പേസ് ചെയ്യണം. അതല്ലാതെ എല്ലാവരും മരുന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു ലീഡർഷിപ്പ് ആവും. നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ താമസിക്കാൻ പോകുന്നതല്ല അല്ലേ? മുതുക് വേദന പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാധാരണ ബാക്ക് പെയിനിന് മരുന്ന് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ഒരു തരം ബെൽറ്റ് കിട്ടും. നിങ്ങൾ ഒരുപാട് നടക്കേണ്ടി എല്ലാം വരുമ്പോൾ ഒരു തരം ബെൽറ്റ് കിട്ടും. ആ ബെൽറ്റ് പിന്നെ ഡോക്ടർ ഷെരീഫാക്ക് പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ അത് ഇടുകയാണെങ്കിൽ കുറച്ചൊരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ സപ്പോർട്ട് കിട്ടുമ്പോൾ നടക്കുമ്പോഴെല്ലാം വലിയ പ്രശ്നം വരില്ല. ആൻഡ് പിന്നെ അഫ്കോഴ്സ് അതിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വീൽ ചെയറും അത് തന്നെ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടല്ലോ. സോ അപ്പോൾ വീൽ ചെയർ ട്രാക്ക് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ കൺസെപ്റ്റ് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ സുഖമായിട്ട് പോകാം. നിങ്ങളിവിടെ ഓടി നടക്കുന്ന ആളല്ലേ. ആൻഡ് നിങ്ങൾ പോകുന്നുണ്ടോ? ഓക്കെ, ദർ ഈസ് നോ പ്രോബ്ലം.